തലക്കറി ഇഷ്ടമില്ലാത്തവരാരാ? നമുക്കിന്നൊരു തലക്കറി ആയാലോ? കൊല്ലത്ത് വാടിയിൽ പോയപ്പോൾ നമുക്കിന്നൊരു കേരത്തലയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴുകി വൃത്തിയാക്കി വലിയ 2 പീസാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ കറിയാക്കാനുള്ള ചേരുവകളൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് 200 ഗ്രാം കൊച്ചുള്ളി, 3 തക്കാളി, 1 പിടി ഇഞ്ചി, 1 പിടി വെളുത്തുള്ളി, കുറച്ച് തണ്ട് കറിവേപ്പില, 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഉരുളിയിലാണ് കറി വയ്ക്കുന്നത്. ഉരുളി ചൂടായി വന്ന ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഏകദേശം ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് വഴഞ്ഞു വരുന്നത് വരെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഞാനിവിടെ വഴഞ്ഞു വരാനായിട്ട് കുറച്ച് നാരങ്ങാനീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കുടംപുളി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ കറിയൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ തിളപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തല അതിലേക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ ചാറൊക്കെ തലയുടെ പുറത്തേക്ക് കോരി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കുവാണ്. ഇടയ്ക്ക് ഞങ്ങൾ തുറന്ന് നോക്കി തലയ്ക്കൊന്ന് തിരിച്ചിടുന്നുണ്ട്. ഒരു 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ തലയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ കുറുകി തലയൊക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയിലേക്ക് കുറച്ച് കപ്പ എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ കേരത്തല എടുത്ത് വെച്ച് അതിൽ കറിയൊക്കെ ഒഴിച്ച് നമുക്ക് കപ്പയും കേരത്തലയും കൂടെ ഒരുമിച്ചൊന്ന് കഴിച്ചാലോ?